അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 28 വെള്ളിയാഴ്ച. ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പോലീസ് ഉടൻ കേസെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാകും FIR രജിസ്റ്റർ ചെയ്യുക. പിന്നീട് കേസ് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരം റൂറൽ SPക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. കേസിൽ പരാതിക്കാരിയായ അതിജീവിതയുടെ മൊഴി ഇന്നലെ രാത്രി രേഖപ്പെടുത്തിയിരുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് ലൈംഗിക പീഡന പരാതി നൽകിയത് ഇന്നലെ വൈകിട്ട്. നേരിട്ടെത്തി തെളിവുകൾ ഉൾപ്പെടെയാണ് യുവതി പരാതി കൈമാറിയത്. വാട്സാപ്പ് ചാറ്റുകൾ, ഓഡിയോ സംഭാഷണമടക്കം ഡിജിറ്റൽ തെളിവുകൾ കൈമാറിയതായാണ് പുറത്തുവരുന്ന വിവരം. അതിജീവിതയുടെ പരാതി ലഭിച്ച മുഖ്യമന്ത്രി ഉടൻ ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കിടേഷിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കേസെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിക്ക് യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ പ്രതികരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടുമെന്നും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നുമാണ് ഫേസ്ബുക്കിലൂടെയുള്ള രാഹുലിന്റെ പ്രതികരണം. യുവതിയുടെ ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ മുൻകൂർ ജാമ്യത്തിന് നീക്കവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മുൻകൂർ ജാമ്യത്തിനുള്ള സാധ്യതകളാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടവർ പരിശോധിക്കുന്നത്. കൊച്ചിയിലെ ഹൈക്കോടതി അഭിഭാഷകനുമായി ചർച്ച നടത്തിയതായാണ് വിവരം. പരാതിയുടെ പകർപ്പും കേസിന്റെ സ്വഭാവവും പരിഗണിച്ച ശേഷം തുടർ നടപടി ആലോചിക്കുമെന്നാണ് റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട്ടെ MLA ഓഫീസ് പൂട്ടിയ നിലയിൽ. രാഹുലിനെതിരെ യുവതി നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് പീഡന പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA ഓഫീസ് പൂട്ടിയതെന്നാണ് വിവരം. പാലക്കാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിരുന്നു രാഹുൽ. എന്നാൽ നിലവിൽ രാഹുൽ എവിടെയാണെന്ന് വിവരങ്ങളൊന്നുമില്ല. ഒരു ഫേസ്ബുക്ക് കുറിപ്പ് മാത്രമാണ് പ്രതികരണമായി പുറത്തുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിച്ച് വടകര MP ഷാഫി പറമ്പിൽ. നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെയെന്നും നിയമപരമായ നടപടിക്രമങ്ങൾക്ക് തടസ്സം നിൽക്കില്ലെന്നും കൂടുതൽ പ്രതികരണങ്ങൾ പാർട്ടിയുമായി ആലോചിച്ചതിനു ശേഷമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് കാര്യങ്ങൾ നിയമപരമായി നടക്കട്ടെയെന്നാണ് ഷാഫി മറുപടി പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ അതിജീവിത ലൈംഗിക പീഡന പരാതി നൽകിയ വിഷയത്തിൽ പ്രതികരിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പരാതി നിയമാനുസൃതമായ നടപടികൾക്ക് വിധേയമാകട്ടെയെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. യുവതിയുടെ ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉടൻ രാജിവെക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. രാഹുൽ MLA സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കരുതെന്നും പരാതികൾ ഇനിയും വരുമെന്നും MB ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്രയും കാലം പരാതിയില്ലെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. തെളിവുകൾ ഉൾപ്പെടെയാണ് ആളുകൾ വരുന്നത്. ഒരാളും രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA ആയി ഇനി അംഗീകരിക്കില്ലെന്നും MB ഗോവിന്ദൻ പറഞ്ഞു. MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പുമായി മന്ത്രി വീണ ജോർജ്. പ്രിയപ്പെട്ട സഹോദരി, തളരരുത്, കേരളം നിനക്കൊപ്പം എന്നായിരുന്നു വീണ ജോർജ് കുറിച്ചത്. പരാതി നൽകിയാൽ സർക്കാർ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വീണ ജോർജ് നേരത്തെയും പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിച്ച് നടി റിനി ആൻ ജോർജ്. വളരെയധികം സന്തോഷമുണ്ടെന്നും എത്ര അസത്യ പ്രചാരണങ്ങൾ നടത്തിയാലും സത്യം വിജയിക്കും എന്നുള്ളതിന്റെ തെളിവാണിതെന്നും റിനി പറഞ്ഞു. അതിജീവിതകൾ ആരുമില്ല, ഇത് വെറുമൊരു കെട്ടുകഥ മാത്രമാണെന്ന് പ്രചരിപ്പിച്ചവർക്ക് നൽകുന്ന മുന്നറിയിപ്പാണിതെന്നും ഒരു അതിജീവിത മാത്രമല്ല ഒരുപാട് അതിജീവിതകളുണ്ടെന്നും ബുദ്ധിമുട്ടുകൾ നേരിട്ട മറ്റു പെൺകുട്ടികൾ മുന്നോട്ട് വരണമെന്നും നിയമപരമായി നേരിടണമെന്നും റിനി പറഞ്ഞു. പ്രതിയും കൂടെ നിൽക്കുന്നവരും യുവതിക്കുമേൽ നടത്തിയ സമ്മർദ്ദമാണ് പരാതി നൽകാൻ ഇത്രയും വൈകാൻ കാരണമെന്നും റിനി പറഞ്ഞു.
ലൈംഗിക ചൂഷണ പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ പാലക്കാട്ടെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം. ഡിവൈഎഫ്ഐ ബിജെപി പ്രവർത്തകരാണ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഓഫീസിന് മുൻപിൽ ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിച്ച് മുൻ ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പരാതി അതീവ ഗൌരവമുള്ളതാണെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. രാഹുലിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പരാതി കൊടുക്കാൻ മടിച്ച പലരുടെയും കഥ ആഭ്യന്തര വകുപ്പിനറിയാമെന്നും ആ പെൺകുട്ടികളുടെ മൊഴിയെടുക്കണമെന്നും രാഹുലിനെതിരെ പല പരാതികളും വി.ഡി. സതീശന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പരാതിയിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പരാതിക്കനുസരിച്ച് ഇനി സർക്കാരിന് നിലപാടെടുക്കാമെന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ പാർട്ടിക്ക് പുറത്താണെന്നും കെ മുരളീധരൻ പറഞ്ഞു. തുടർ നടപടികൾ നോക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നും കൂടുതൽ കടുത്ത നടപടി ഉണ്ടായാൽ അതനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാകുമെന്ന് യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ്. തനിക്കെതിരെയും ഇത്തരം പരാതികൾ ഉണ്ടായിട്ടുണ്ടെന്നും പരാതിയുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെയെന്നും കേസ് തെളിഞ്ഞാൽ മുതിർന്ന നേതാക്കൾ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ഇപ്പോൾ പരാതി വരാൻ കാരണം തെരഞ്ഞെടുപ്പാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിൽ അസ്വാഭാവികതയുണ്ടെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ. ഇത് തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നാടകമെന്നും ശബരിമല വിഷയം മറയ്ക്കാൻ സർക്കാരും ഒരു ചാനൽ മുതലാളിയും ചേർന്ന് നടത്തിയ നാടകമാണെന്ന് രാഹുൽ തന്നോട് പറഞ്ഞുവെന്നും പുറത്തുവന്ന ഓഡിയോ രാഹുലിന്റേതാണ് എന്നതിന് എന്ത് തെളിവാണുള്ളതെന്നും അഭിഭാഷകൻ ചോദിച്ചു. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. SIT കസ്റ്റഡി അവസാനിച്ചതിനെ തുടർന്ന് പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്ന് പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്യുകയായിരുന്നു. പത്മകുമാറിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. വെർച്വൽ ക്യൂ ബുക്കിംഗ് രേഖകൾ കൃത്യമല്ലെങ്കിൽ പമ്പയിൽ നിന്നും ആളുകളെ കടത്തിവിടരുതെന്നും വെർച്വൽ ക്യൂ പാസിലെ സമയം, ദിവസം എന്നിവയും കൃത്യമായിരിക്കണമെന്നും വ്യാജ പാസുമായി വരുന്നവരെ കടത്തിവിടരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ദേവസ്വം ബോർഡിനും പോലീസിനുമാണ് മുന്നറിയിപ്പ് നൽകിയത്. ശബരിമല സന്നിധാനവും പരിസരവും 24 മണിക്കൂറും എക്സൈസിന്റെ നിരീക്ഷണത്തിൽ. ഒരു സർക്കിൾ ഇൻസ്പെക്ടറും 3 ഇൻസ്പെക്ടർമാരും 6 അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന 24 അംഗ ടീമാണ് നിലവിൽ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ളത്. ഇതിനു പുറമെ ഇന്റലിജൻസ് വിഭാഗത്തിലെ 2 പേരും സേവനത്തിനുണ്ട്. മഫ്തി പട്രോളിംഗ്, കാൽനട പട്രോളിംഗ് എന്നിങ്ങനെ 2 യൂണിറ്റുകളായി തിരിഞ്ഞാണ് വകുപ്പിന്റെ സന്നിധാനത്തെ പ്രവർത്തനം. ഓപ്പറേഷണൽ റവന്യൂവിൽ KSRTCക്ക് വീണ്ടും മികച്ച നേട്ടം. നവംബർ 24-ന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 3ാമത്തെ ഓപ്പറേഷണൽ റവന്യൂ ആയ 9.29 കോടി രൂപയാണ് KSRTCക്ക് ലഭിച്ചത്. സെപ്റ്റംബർ 8-ന് ലഭിച്ച 10.19 കോടി രൂപയാണ് ഒന്നാമത്. രണ്ടാമത് 9.41 കോടി രൂപ ഒക്ടോബർ 6-ന് ലഭിച്ചതാണ്. അസാധ്യമെന്ന് കരുതുന്നതെന്തും കൂട്ടായ പരിശ്രമത്തിലൂടെ നേടാനാകുമെന്ന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PS പ്രമോദ് ശങ്കർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഡ്രൈ ഡേ ഉത്തരവിറങ്ങി. തെക്കൻ ജില്ലകളിൽ ഡിസംബർ 7-ന് വൈകിട്ട് 6 മുതൽ 9-ന് വൈകുന്നേരം 6 വരെയും വടക്കൻ ജില്ലകളിൽ ഡിസംബർ 9-ന് വൈകുന്നേരം 6 മുതൽ 11-ന് വൈകുന്നേരം 6 വരെയുമാണ് മദ്യനിരോധനം. വോട്ടെണ്ണൽ ദിനമായ ഡിസംബർ 13-നും സംസ്ഥാനത്താകെ ഡ്രൈ ഡേ ആയിരിക്കും. വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് അനുമതി ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന് MP-മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വന്യജീവി സംരക്ഷണ നിയമം 1972-ലെ 11-ാം വകുപ്പിൽ നിരവധി തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങൾ ലഘൂകരിക്കുന്ന നിയമ ഭേദഗതി 2025-ലെ വന്യജീവി സംരക്ഷണ ബിൽ നിയമസഭ പാസാക്കിയിട്ടുണ്ട്.
ഈ നിയമം പ്രാബല്യത്തിൽ വരുവാൻ രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമാണ്. ഇത് എത്രയും വേഗം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമം കർശനമാക്കാനൊരുങ്ങി MVD. സീബ്ര ലൈൻ കടക്കുമ്പോൾ വാഹനമിടിച്ചാൽ ലൈസൻസ് റദ്ദാക്കാനും 2000 രൂപ പിഴ ഈടാക്കാനുമാണ് തീരുമാനം. സീബ്ര ലൈനിൽ വാഹനം പാർക്ക് ചെയ്താലും ശിക്ഷയുണ്ടാകും. ലൈസൻസ് റദ്ദാക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും. ഈ വർഷം 800-ലധികം കാൽനട യാത്രക്കാരാണ് റോഡ് അപകടത്തിൽ മരിച്ചതെന്ന് ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കി. ഡിവൈഎസ്പിയെ പ്രതിക്കൂട്ടിലാക്കി CIയുടെ ആത്മഹത്യാക്കുറിപ്പ്. 2 ആഴ്ച മുൻപ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ ചെർപ്പുളശ്ശേരി SHO ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ജോലി ചെയ്യുന്ന ഡിവൈഎസ്പി A ഉമേഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉള്ളത്. ആത്മഹത്യാക്കുറിപ്പ് കസ്റ്റഡിയിലുണ്ടെന്നും കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും പാലക്കാട് SP പറഞ്ഞു. പെൺവാണിഭ കേസിൽ പിടിയിലായ യുവതിയെ ഉമേഷ് പീഡിപ്പിച്ചെന്നും പീഡിപ്പിക്കാൻ തന്നെയും പ്രേരിപ്പിച്ചെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപത്തുള്ള ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഡിറ്റ്വ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വഴി നവംബർ 30 രാവിലെയോടെ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യത. തമിഴ്നാട്, ആന്ധ്ര തീരമേഖലകളിലും പുതുച്ചേരിയിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃത്താലയിൽ തെരുവ് നായ ആക്രമണത്തിൽ 4 വയസ്സുകാരന് ഗുരുതര പരിക്ക്. തൃത്താല തച്ചറാകുന്നത്ത് കോട്ടയിൽ അഷ്റഫിന്റെ മകൻ ബിലാലിനാണ് പരിക്കേറ്റത്. കുട്ടിയുടെ മുഖം നായക്കൂട്ടം കടിച്ചു പറിക്കുകയായിരുന്നു. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ ഉച്ചയോടെയായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകി സർക്കാർ. വ്യവസായ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷാണ് മറുപടി നൽകിയത്. കോൺഗ്രസ് നേതാവ് R ചന്ദ്രശേഖരനെയും MD ആയിരുന്ന KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ തെളിവില്ലെന്ന് സർക്കാർ ആവർത്തിച്ചു. ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി. ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ക്ഷേത്രത്തിനുള്ളിലെയും പരിസരത്തെയും ശുചിത്വം സംബന്ധിച്ച നിലവിലെ സാഹചര്യവും അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ചെങ്ങന്നൂരിൽ അറ്റകുറ്റപ്പണിക്കിടെ ബസ്സിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചു. കട്ടച്ചിറ സ്വദേശിയായ കുഞ്ഞുമോനാണ് മരിച്ചത്. 2 ദിവസമായി കേടായി കിടക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ ബസ്സിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തിവരുന്നതിനിടെ ഇന്നലെ വൈകിട്ട് 6:30 പൊട്ടിത്തെറിയുണ്ടായത്. എറണാകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, സ്റ്റേറ്റ് സിലബസ് സ്കൂളുകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത്. കലോത്സവം നാളെ അവസാനിക്കാനിരിക്കെയാണ് കലാപരിപാടികൾ ആസ്വദിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് അവധി പ്രഖ്യാപിച്ചത്. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ഡിസംബർ 1 ചാവക്കാട് താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ബീഹാറിലെ ജനവിധി വിശ്വാസയോഗ്യമല്ലെന്ന് കോൺഗ്രസ്. സർക്കാർ പദ്ധതിയുടെ മറവിൽ പണം നൽകിയുണ്ടാക്കിയ കൃത്രിമ ജനവിധിയാണിതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ പങ്കാളിയായി നടപടികൾ അട്ടിമറിച്ചുവെന്നും വോട്ട് കൊള്ളയ്ക്കെതിരായ പോരാട്ടം തുടരുമെന്നും അവലോകന യോഗത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ബീഹാർ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ചർച്ച ചെയ്യാൻ ദില്ലിയിൽ ഇന്നലെ ചേർന്ന AICC യോഗത്തിലാണ് ഈ പ്രതികരണം. വായു മലിനീകരണത്തിനെതിരായ ദില്ലിയിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഹാജരാക്കിയ 17 പ്രതിഷേധക്കാരിൽ 4 പേരെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് 2 മണിക്ക് കോടതി വാദം കേൾക്കും. എന്നാൽ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് വീണ്ടും പ്രതിഷേധക്കാർ ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെറ്റിപ്പിരിഞ്ഞ് BJPയും ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയും.
വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതോടെയാണ് മഹാരാഷ്ട്രയിലെ മഹായുതി ഭരണസഖ്യത്തിൽ വിള്ളലുകളുണ്ടായത്. പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരുമിച്ച് പോരാടിയതിനു ശേഷം പാൽഘർ ദഹാനു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഇരു പാർട്ടികളും പരസ്പരം മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ RSS പ്രവർത്തകൻ നവീൻ അറോറയെ വധിച്ച കേസിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന ബാദൽ കൊല്ലപ്പെട്ടു. ഫസിൽക്ക ജില്ലയിലെ മമനോ ജോയ ഗ്രാമത്തിലെ ശ്മശാനത്തിൽ നവീൻ അറോറയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴായിരുന്നു സംഭവം. ശ്മശാനത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്ന രണ്ടുപേർ വെടിയുതിർക്കുകയായിരുന്നു. നവംബർ 15 രാത്രിയാണ് RSS നേതാവ് ബൽദേവ് രാജ് അറോറയുടെ മകനും വ്യാപാരിയും RSS പ്രവർത്തകനുമായ നവീൻ അറോറയെ ബൈക്കിലെത്തിയ രണ്ടുപേർ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ കോഴക്കേസ് അന്വേഷിക്കാൻ EDയും രംഗത്ത്. ആന്ധ്രാപ്രദേശ് മുതൽ ദില്ലി വരെയുള്ള സംസ്ഥാനങ്ങളിലെ 15 സ്ഥലങ്ങളിൽ ED പരിശോധന തുടങ്ങി. 200 കോടിയിലധികം രൂപയുടെ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. രാജ്യത്തെ 7 മെഡിക്കൽ കോളേജുകളിലും ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ ജെൻസി തലമുറയുടെ പങ്കിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ പക്കലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 100 രൂപ നോട്ട് പുറത്തിറക്കിയ നേപ്പാളിന്റെ നടപടിക്കെതിരെ ഇന്ത്യ. ഈ നീക്കം ഏകപക്ഷീയമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീർ രാജ്യത്തിന്റെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായി സ്ഥാനമേറ്റെടുത്തു. അട്ടിമറിയിലൂടെ നേരിട്ട് അധികാരം പിടിച്ചെടുക്കാതെ തന്നെ രാജ്യത്തെ ഏറ്റവും ശക്തമായ അധികാര കേന്ദ്രമായി അസിം മുനീർ മാറുകയാണ്. പാക് ഭരണഘടനയിലെ വിവാദമായ 27ാം ഭേദഗതിയിലൂടെ സൃഷ്ടിച്ച ഈ പദവി കര, വ്യോമ, നാവിക സേനകളുടെയെല്ലാം തലവനായി അസിം മുനീറിനെ നിയമിക്കുന്നു. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 5 മത്സരങ്ങളിൽ അവസാന 3 മത്സരങ്ങൾ തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിൽ നടക്കും. ഡിസംബർ 26, 28, 30 തീയതികളിലാണ് തിരുവനന്തപുരത്തെ മത്സരങ്ങൾ. ആദ്യ 2 മത്സരങ്ങൾ ഡിസംബർ 21, 23 തീയതികളിൽ വിശാഖപട്ടണത്തായിരിക്കും. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് മെഗാ താരലേലത്തിൽ ലോകകപ്പ് നേടിയ ഇന്ത്യൻ താരങ്ങൾക്കായി കോടികളെറിഞ്ഞ ഫ്രാഞ്ചൈസികൾ. ഡൽഹിയിൽ പുരോഗമിക്കുന്ന ലേലത്തിൽ ഓൾറൌണ്ടർ ദീപ്തി ശർമ്മയെ നിലവിലെ ഏറ്റവും വലിയ തുകയായ 3.2 കോടി രൂപ കൊടുത്ത് UP വാരിയേഴ്സാണ് താരത്തെ വീണ്ടും ടീമിലെത്തിച്ചത്. മലയാളി താരം ആശാ ശോഭനയെയും UP 1.1 കോടി രൂപ വില കൊടുത്ത് സ്വന്തമാക്കി. ന്യൂസിലൻഡ് ഓൾറൌണ്ടർ അമേലിയ കെറിനെ 3 കോടിക്ക് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യൻ ഓൾറൌണ്ടർ ശിഖ പാണ്ഡെയെ 2.4 കോടിക്ക് UP വിളിച്ചെടുത്തു. മലയാളി താരങ്ങളായ സജന സജീവനെ 75 ലക്ഷം രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയപ്പോൾ മിന്നുമണിയെ അവസാനഘട്ടത്തിൽ 40 ലക്ഷത്തിന് ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.